മോർണിംഗ്. PSC ആസ്പിരൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ 10th പ്രിലിമുമായി ബന്ധപ്പെട്ട നമ്മുടെ രണ്ടാമത്തെ ഡേയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഡേയിൽ നിങ്ങൾ 2 ജില്ലകൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കണ്ണൂർ ജില്ലയും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയും പഠിച്ചു. ഇനി ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വളരെ കുറച്ച് കാര്യമുള്ളൂ. അതായത് ആറ്റത്തിൻ്റെ ബേസിക്സ് ആയുള്ള ഐഡിയാസും അതുപോലെ തന്നെ രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളും. ഈ ഒരു കാര്യം മാത്രം നമ്മൾ ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ആ ലിങ്ക് തന്ന സമയത്ത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് പേപ്പർ നമ്മൾ ഇടുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡേ 1 എന്ന് പറയുമ്പോൾ ടെസ്റ്റ് 1 ആയിരിക്കും. ആ ടെസ്റ്റ് 1 നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈവനിങ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ടെസ്റ്റ് 1. അപ്പോൾ തലേന്നത്തുള്ളതാണ് ടെസ്റ്റ് 1 ഉണ്ടാവുക. ഇന്നത്തെ ടോപ്പിക്കിന് നമ്മൾ നാളെ മാത്രമേ നമ്മൾ അതിൻ്റെ ടെസ്റ്റ് നടത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഇന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ആറ്റത്തിലെ ബേസിക്സ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ആറ്റത്തിലുള്ള കണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആറ്റം കണ്ടെത്തിയത് ആരാണ്, അതിൻ്റെ ന്യൂക്ലിയസ് ആരാണ് കണ്ടെത്തിയത്, എന്താണ് അറ്റോമിക് നമ്പർ, എന്താണ് മാസ് നമ്പർ, ഇങ്ങനെ ബേസിക്സ് ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ ആദ്യം ഉണ്ടാക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ കെമിസ്ട്രി പഠനത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. കെമിസ്ട്രിയിൽ ശരിക്കും വളരെ ബ്രോഡായിട്ടൊന്നും പഠിക്കാനില്ല, എങ്കിലും പഠിക്കുന്ന ഏരിയാസ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം വളരെ ചുറ്റിത്തിരിഞ്ഞൊന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഇല്ല സ്ക്രീനിങ്ങിന്. എനിവേ അതിൽ ബേസിക് ആയിട്ട് ഒരു പ്രോട്ടോണിൻ്റെ എണ്ണോ അല്ലെങ്കിൽ ന്യൂട്രോണിൻ്റെ എണ്ണൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്കത് പറയാനും പറ്റണം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആറ്റത്തിലെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അതോടൊപ്പം തന്നെ രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട മോഡലുകളുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഡേ 2 നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കും. പല ആളുകളും ചോദിച്ചു എവിടെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഓൺ ആവും അല്ലേ? വീഡിയോ ഓൺ ആവുന്ന സമയത്ത് ആ വീഡിയോൻ്റെ എന്താ പറയുക, ആ വിൻഡോ അല്ലേ, ആ സ്ക്രീനിൻ്റെ താഴത്ത് എഴുതി കാണിക്കൂലേ, ആ വീഡിയോയുടെ പേര് എഴുതി കാണിക്കും. അവിടെ ഒരു ഏരോ മാർക്ക് കാണാം. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഈ വീഡിയോയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ ഈ 2 ടോപ്പിക്കിൻ്റെ എന്താ പറയുക ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് പഠിക്കുക. ശ്രദ്ധിക്കുന്ന കാര്യം, ആ വീഡിയോസ് 2 വളരെ പഴയ വീഡിയോസാണ്. ചിലപ്പം ക്ലാരിറ്റിക്ക് അല്പം കുറവുണ്ടാവും. എനിവേ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക. ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമുക്ക് ഇനി വരും വീഡിയോസിൽ നമ്മൾ ക്ലാരിറ്റി കൂട്ടുന്നതാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഡേയിലും നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചിലപ്പോൾ പഴയ മോഡൽ വീഡിയോസാണ് അല്ലെ, പേപ്പർ ആൻഡ് പെൻ മെത്തേഡിലുള്ള വീഡിയോസാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്തിട്ട് അത് പഠിച്ച് അതിലത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ടെസ്റ്റ് പേപ്പർ, അതായത് ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ടെസ്റ്റ് പേപ്പർ നമുക്ക് നാളെയായിരിക്കും എഴുതാനുണ്ടാവുക. ഇന്നലെ തന്ന കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ കുറിച്ചുള്ളത് ഞാൻ ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈവനിങ്ങിന് ശേഷം എന്ത് ചെയ്യും, ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ടെസ്റ്റ് 1 അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് 1 എന്നും പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക, നാളേക്ക് റെഡി ആയിരിക്കുക. ഓക്കെ, താങ്ക്